ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വെയിൽ കാരണം എനിക്ക് എന്തായാലും എന്നെ കാണാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് ഉള്ളത് എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഫോണിന്റെ ലോക്ക് പോലും കാണാൻ പറ്റുന്നില്ല വെയിലത്ത്. പക്ഷെ ഐ നോ ഇതൊക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം വെയിലത്ത് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. അതൊക്കെ പോട്ടെ, ഞാൻ എന്റെ ഭംഗിനെ കുറിച്ച് പറയുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയാം. ഇന്നലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് വന്നു. ഒരു കുട്ടി, ഒരു 21 years ഉള്ള കുട്ടിയാണ്. ആ കുട്ടി മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, പിന്നെ ഒരാള് ആ കുട്ടിയുടെ ഫാമിലിയിലുള്ള ഒരാളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ എവിടെയുള്ള ഒരു അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു. ആ വ്യക്തി, ആ സ്ത്രീ സെക്കൻഡ് മാരേജ്, അങ്ങനെയാണ്, ഹസ്ബൻഡ് ഇല്ല, സെക്കൻഡ് മാരേജ് ആണ്. അപ്പോ പിന്നെ കല്യാണം കഴിച്ചിട്ട് ആള് കുറെ ആളുടെ ഫാമിലി എന്ന് പറഞ്ഞിട്ടും ആളുടെ ഈ വ്യക്തിയും ഈ ആളും ഈ പുരുഷനും ഇയാളെന്താ പറയാ, ഈ വ്യക്തിയും ഡിവോഴ്സ്ഡ് ആണ്, എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് ഡിവോഴ്സ് ആയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഈ സ്ത്രീകളുടെ അടുത്ത്, അതായത് ഡിവോഴ്സ് ആയിട്ടുള്ള, സിംഗിൾ പാരന്റ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ അടുത്താണ് ഈ വ്യക്തി മെയിനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ആ കുട്ടീനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു വോയിസ്, നീ അയച്ചു തരുന്ന വോയിസ് മാത്രം വെച്ചുകൊണ്ട് ആ ആളുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോടും പറഞ്ഞു തരാം, എനിക്ക് ഇതിന് മുന്നേ 2-3 പ്രാവശ്യം ഇങ്ങനെയുള്ള വീഡിയോ ചെയ്ത് പണി കിട്ടിയതാണ്. ഇവരിങ്ങനെ വന്ന് പറയും, നമ്മൾ വീഡിയോ ചെയ്യും, അവസാനം ഇവർ അയച്ച മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പറയും, ചേച്ചി ഒന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, ഇപ്പോഴാണ് അവരെന്നെ വിളിച്ച് സംസാരിച്ചത്. അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഫേസ് കാണിക്കേണ്ട, ഫേക്ക് അക്കൗണ്ട് ആക്കിയിട്ടാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഞാൻ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ വ്യക്തി കാസർഗോഡ് ഉദുമ എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് വെരി നിയർ ടു മീ, എന്റെ തറവാടൊക്കെ ഉദുമയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ സർക്കിളിൽ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ ഈ വ്യക്തിനെ അറിയോ എന്നുള്ളത്. ഞാൻ ഫോട്ടോ, എൻറ്റയർ വീഡിയോയിൽ ഫോട്ടോ കൊടുക്കുക. ആള് ഈ സ്ത്രീകളെയൊക്കെ പറ്റിക്കുന്നത് ഫേസ്ബുക്ക് വഴി ഒക്കെയാണ്. കാരണം കുറച്ചൊരു എന്താ പറയാ, അങ്ങനെ ഏജ്ഡൊന്നല്ല, എന്നാലും ഉള്ള ആൾക്കാരൊക്കെ ഫേസ്ബുക്കിലാണല്ലോ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കൂടിയിട്ടാണ് ആളിങ്ങനെ സ്ത്രീകളെ വളച്ചെടുക്കുന്നത്. ഭയങ്കര ഇമോഷണലി അവർ കണക്ട് ആയിപ്പിക്കും. അത് കഴിഞ്ഞ് ലിവിങ് ടുഗെദറിൽ താമസിക്കും. പിന്നെ പ്രഗ്നന്റ് ഒക്കെ ആയി കഴിയുമ്പം മുങ്ങും എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അവരെ കൊണ്ട് ലോൺ എടുപ്പിക്കുക, പൈസ വാങ്ങുക, ഇതൊക്കെയാണ് ഈ ചെങ്ങായിന്റെ മെയിൻ. അങ്ങനെ ഇരിക്കുകയാണ് ഈ സെയിം വ്യക്തിനെ കുറിച്ചിട്ട് ഒരു റീല് ഞാൻ കാണാൻ ഇടയായത്. ആ റീൽ കുറച്ചൊന്ന് ഞാൻ പ്ലേ ചെയ്യാം. നാട്ടില് റിലേഷൻഷിപ്പ് ഫെയിൽ ആയിരിക്കുന്നവർ, സിംഗിൾ മോംസ്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയവർ, അല്ലെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു പോയ ആൾക്കാർ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ തപ്പി നടന്ന് അവരെ വശത്താക്കിയതിന് ശേഷം കുറച്ചുനാൾ അവരുടെ കൂടെ നിന്ന് ഒരു ഇമോഷണലി കണക്ഷനൊക്കെ ബിൽഡ് ചെയ്തിട്ട് തടിയും തപ്പി പോകുന്ന ഒരുത്തൻ. യെസ്, സ്റ്റോറി ടൈം. ഈ സ്റ്റോറി എന്നോട് പറഞ്ഞത് ആ ഒരു സ്ത്രീയുടെ മകളാണ് കേട്ടോ. അപ്പം ആ ഒരു ലേഡി, പുള്ളിക്കാരത്തി ആദ്യത്തെ മാരേജ് കഴിഞ്ഞു, ഫെയിലായി, സെക്കൻഡ് മാരേജ് ചെയ്തു, പക്ഷേ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പം മൂന്നാമത്തെ ഒരു മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ഫാമിലി പ്രഷർ കാര്യങ്ങളൊക്കെ വന്നു. കാര്യം കുട്ടികളൊക്കെ കുറച്ച് വലുതാണ്, അവരൊക്കെ മാരേജ് ചെയ്തു പോയി. അപ്പൊ ഇവർ ഒറ്റപ്പെടുമെന്നുള്ള ഒരു ഇതില് ഫാമിലിന്ന് പ്രപ്പോസൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്റെ ഒരു ഫ്രണ്ടിന്ന്, അതായത് ഈ ലേഡിയുടെ ഒരു ഫ്രണ്ടിന്ന് വന്ന ഒരു പ്രപ്പോസൽ ആയിരുന്നു കേട്ടോ ഈ ഒരു മനുഷ്യന്റെ പ്രപ്പോസൽ. അങ്ങനെ പ്രപ്പോസൽ വന്നതിന് ശേഷം ഈ ഒരു പുള്ളി കാണാൻ വേണ്ടി വീട്ടിൽ വരുവാണ്. കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന സമയത്ത് അച്ഛൻ, അമ്മ എന്ന് പറയുന്ന 2 ആൾക്കാരെ കൊണ്ടൊന്നും വന്നില്ല, പക്ഷെ അവരെന്ന് പറയുന്ന 2 പേരെ കൊണ്ട് സംസാരിപ്പിച്ചു. സോ അത് കഴിഞ്ഞ് മാരേജിലോട്ട് പോവാം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ പറഞ്ഞ ഈ ലേഡിയുടെ ഫാമിലി പറഞ്ഞു, എന്തായാലും അച്ഛനും അമ്മയൊക്കെ ഒന്ന് വീട്ടിലോട്ട് വരട്ടെ, ഒന്ന് മൂന്നാമത്തെ മാരേജ് ആണ്, ഇത്ര ഏജ് ആയി, അങ്ങനെ അങ്ങ് സില്ലി ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ വീട്ടിൽ കൊണ്ടുവരണം ഫാമിലീസിനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം പുള്ളി പറയുന്നു, ഇന്ന ദിവസം ഞങ്ങൾ വരുവാണ് ഫാമിലി ആയിട്ട്. അങ്ങനെ ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് പുള്ളി മാറ്റി പറയുന്നു, അതെ എന്റെ ഫാമിലിയിൽ പോയി ജാതകം നോക്കിപ്പിച്ചപ്പോഴത്തേനും എന്റെ അമ്മ മരിച്ചു പോവും ഈ ഒരു മാരേജ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ഇത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്ക് ഈ മാരേജ് വേണം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ നിൽക്കുന്നു. ആൻഡ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്, CBI അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. പുള്ളിക്കാരൻ കാസർഗോഡുകാരനാണ്. പുള്ളിയുടെ സ്ഥലം കാസർഗോഡാണ്. അങ്ങനെ മാരേജ് നടത്താം എന്നുള്ള രീതിയിൽ ഡിസൈഡ് ചെയ്യുകയും മധുരയിൽ പോയിട്ട് ഒരു പ്രോപ്പർ മാരേജ് ആയിട്ട് ഇത് കഴിയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാരേജ് കഴിഞ്ഞിട്ട് ഈ ഒരു ലേഡിയും ഈ ഒരാളും കൂടെ, ഈ ഒരാളുടെ ഓക്കെ, ഇതൊക്കെയാണ് ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ആള്
AI ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ജെമിനി ഇത് വഴി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അപ്ലോഡ് ചെയ്യുന്നത്. അതും ഇയാളുടെ റിയൽ ഫേസും തമ്മിൽ ഒരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? ആള് കുറച്ച് എന്താ പറയാ, ഞാൻ എൻറ്റയർ ഇതിൽ നിങ്ങളെ ജെമിനിയും വെക്കാം, ഇതുപോലത്തെ അയാളുടെ ഒറിജിനൽ ഫേസും വെക്കാം. CBIയിലൊക്കെയാണ് ഞാൻ ഭയങ്കര പൊസിഷനിലൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ വലവീശി പിടിക്കുന്നത്. ഇതില് നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇവര് ഈ കല്യാണ സർട്ടിഫിക്കറ്റ് വരെ AI ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരുപാട് സ്ത്രീകളെ ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് ഒക്കെ തകർന്ന് അങ്ങനെ നിൽക്കുന്ന സിംഗിൾ പാരന്റ് ഒക്കെ ആയിട്ടുള്ളവരെ അവര് ഇമോഷണലി ചിലപ്പം ഇതുപോലെ ആൾക്കാർ സ്നേഹം കൊടുത്ത് അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴുന്ന ആൾക്കാരായിരിക്കും. എല്ലാവരുമല്ല. ഈ ആളുടെ വലയിൽപ്പെട്ട ആൾക്കാരെ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. സോ ആരെങ്കിലും വന്നിരുന്നിട്ട് ഇങ്ങനത്തെയൊക്കെ കഥകളൊക്കെ വിളമ്പുന്ന സമയത്ത് അതും വിശ്വസിച്ച് ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ പോയി പെടാൻ നിൽക്കരുത്. അത് പറയാനാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. മാത്രമല്ല ഇവര് ഉദുമ ഭാഗത്തുള്ള, ഞാൻ അന്വേഷിച്ച് പറയാൻ പറ്റിയത് ഉദുമ ഭാഗത്തുള്ള കുറച്ച് ഫേമസ് എന്നല്ല, ഒരു ക്ലബിന്റെ ഭാരവാഹികളും പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള ആളുടെ ഭാര്യയുടെയും മക്കളുടെയും ഫോട്ടോസ് വെച്ചിട്ടാണ് ഇയാളുടെ ഈ ക്രിമിനലിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഉദുമ പ്രദേശത്തുള്ള ഒരു കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളുടെ ഭാര്യയുടെയും മക്കളുടെയും ഫോട്ടോ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നുള്ളത്. ഞാൻ അതൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വ്യക്തിക്ക് ആരുടെ ഭാര്യയുടെ ഫോട്ടോ ആണോ അവര് കൊടുക്കുന്നുള്ളത്. അവര് കേസും കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോകുന്നില്ല, അവർ മുന്നോട്ട് പോകട്ടെ. എന്ത് തന്നെയായാലും ഈ വ്യക്തിനെ, ഞാൻ ഈ ഫോട്ടോയിൽ കൊടുക്കുന്ന വ്യക്തിനെ നിങ്ങൾ എവിടെയെങ്കിലും ബാംഗ്ലൂരും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ടാണ് ഈ ആളുടെ സഞ്ചാരം എന്നറിയാൻ പറ്റി. ഞാനൊരു കാസർഗോഡുകാരിയാണ്. ദയവ് ചെയ്തിട്ട് എന്റെ വീഡിയോ കാണുന്ന ഉദുമ പ്രദേശത്തുള്ള ആൾക്കാര്, കാസർഗോഡ് എവിടെയോ ആവട്ടെ, പ്രത്യേകിച്ച് ഉദുമ എന്നാണ് സ്ട്രെസ് ചെയ്ത കുട്ടി പറഞ്ഞത്, ആ പ്രദേശത്തുള്ള ആൾക്കാർ എന്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ മനുഷ്യനെ അറിയും എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ കുട്ടിയുടെ നമ്പർ തരാം. ആ കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അങ്ങനെയെങ്കിലും അറിയിച്ചാൽ മതി. ഇങ്ങനെ ഒരു തട്ടിപ്പ് വീരനുണ്ട്. ഈ വീരനെ നിങ്ങൾ കണ്ടു കിട്ടുന്ന ആൾക്കാർ ഇവർ കേസുമായിട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയെങ്കിലും സ്ത്രീകൾ ശ്രദ്ധിക്കുക. അത് ഇങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ട്. പിന്നെ വേറെ കുറച്ച് ടീംസ് ഉണ്ട്, ഈ കല്യാണം കഴിഞ്ഞ ഡിവോഴ്സായ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തപ്പിപ്പിടിച്ച് പോയി പൈസയൊക്കെ ലൂട്ടുന്ന, വിവാഹ വാഗ്ദാനം ഒന്നും കൊടുക്കില്ല, ഈ പറയുന്ന പോലെ ഒരു ലൈംഗിക സുഖമൊക്കെ കൊടുത്ത് പിന്നെ അവരുടെ കയ്യിലുള്ള പൈസ ഊറ്റുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലേ, അപ്പൊ ഒന്ന് പറഞ്ഞിട്ടേക്കാമെന്ന് ഞാനും വിചാരിച്ചു. ആളെന്തായാലും ഇത് കാണുമെന്ന് എനിക്കറിയാം. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടപ്പോൾ ആ ആളെയാണ് എനിക്ക് ഓർമ്മ വന്നത്. കൊട്ടാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ വെറുതെ പാഴാക്കാറില്ല. എന്ത് തന്നെ ആവട്ടെ, ഈ വ്യക്തിയെ സൂക്ഷിക്കുക. ഈ വ്യക്തിയെ മാത്രമല്ല, ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള കഥകളുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സൂക്ഷിക്കുക. ഇവർക്ക് വേണ്ടി 5 രൂപ പോലും ചിലവാക്കാണ്ടിരിക്കുക. ലോണൊക്കെ എടുത്ത് സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് നിൽക്കരുത്, ദയവ് ചെയ്ത് നിൽക്കരുത്. അവന്റെ ആവശ്യത്തിന് വേണമെങ്കിൽ അവന്റെ അമ്മേനെ കൊണ്ടോ അവന്റെ തന്തേനെ കൊണ്ടോ എങ്ങനെ ലോൺ എടുപ്പിക്കട്ടെ. എന്തിനാണ് നിങ്ങൾ എടുത്ത് കൊടുക്കുന്നത്? നിങ്ങൾ പഞ്ചായത്തിൽ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി പിന്നെ തമിഴിൽ എഴുതിയിട്ടുള്ള ഒരു കാർഡും കൊണ്ട് വന്നിട്ട് ഇത് വിവാഹ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുമ്പോൾ അതും വിശ്വസിച്ച് കുത്തിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഇവരുടെ ഭാഗത്തും തെറ്റുണ്ട്, ഇല്ല എന്നല്ല. എന്തായാലും ഇവനെ കണ്ടുകിട്ടുന്ന ആൾക്കാരൊന്ന് പറയാം, എന്തൊക്കെ തരം ജീവികളാണല്ലേ. കഷ്ടം തന്നെ. ശ്രദ്ധിക്കുക. ബി വെരി വെരി കെയർഫുൾ.